Good morning. Welcome to our online class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിലെ പെർമ്യൂട്ടേഷൻ എന്താണ് എന്നുള്ളതാണ് എടുത്തു കഴിഞ്ഞത് അല്ലേ. നമുക്ക് നെക്സ്റ്റ് കോമ്പിനേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. എന്താണ് പെർമ്യൂട്ടേഷൻ? പെർമ്യൂട്ടേഷൻ ഈസ് ആൻ അറേഞ്ച്മെന്റ് അല്ലേ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ് ആണ് ഓഫ് ഡെഫിനിറ്റ് ഓർഡർ ഓഫ് നമ്പേഴ്സ്. ഒരു ഡെഫിനിറ്റ് ഓർഡറുള്ള നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫങ്ഷൻസിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ ഈസ് ദ സെലക്ഷൻ. കോമ്പിനേഷൻ ഈസ് ദ സെലക്ഷനാണ്. അത്രയാണ് അതിൽ പറയുന്നുള്ളൂ. മറ്റേ പെർമ്യൂട്ടേഷൻ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലക്ഷനാണ്. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഒരു 4 കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ എത്രയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കാം എന്നുള്ളത്. ഓക്കെ, നോക്കാം. കോമ്പിനേഷൻസ്. എ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n different objects taken r at a time denoted by NCR. അതായത് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തിങ്സ് ആയിട്ടുള്ളതാണ് അതായത് n എന്ന് പറയുന്നതും ടേക്കൻ r, അതിൽ നിന്ന് നമ്മൾ r എടുക്കുകയാണ്. അപ്പം NPR നമ്മൾ പെർമ്യൂട്ടേഷനിൽ ഇതേപോലെ തന്നെ എടുത്തത്. ടേക്കൻ r at a time denoted by NCR. ഇതാണ് നമ്മൾ കോമ്പിനേഷനിൽ പറയുന്നത്. NCR is given by NCR equal to n factorial by n minus r factorial into r factorial. NPR എന്താ നമ്മൾ പറഞ്ഞത്? NPR is equal to n factorial by n minus r factorial ആയിരുന്നു. ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? NCR equal to സെയിം തന്നെ n factorial by n minus r factorial into r factorial. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു r factorial ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം? NPR എന്ന് പറയാം അല്ലേ. അപ്പോൾ NPR ഇൻറ്റു ഇവിടെ നോക്കാം, ഇത് NPR. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്ന് പഠിക്കാം. അതിൽ നിന്ന് നമുക്ക് 1-2 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ തിയറംസ് നോക്കിയിട്ടുണ്ട്. NPR ഈക്വൽ ടു NCR ഇൻറ്റു r ഫാക്ടോറിയൽ. അതായത് ഈ സാധനയാണ് നമ്മളിവിടെ ഇതിനെ NCR ഈക്വൽ ടു NPR. ഇവിടെ എന്തിൻ്റെ ഒരു r ഫാക്ടോറിയലും കൂടിയുണ്ട് ബൈ r ഫാക്ടോറിയൽ. അപ്പം നമുക്ക് NPRനെ നമുക്ക് എന്തെഴുതാം? NCR ഇൻറ്റു r ഫാക്ടോറിയൽ ആണ് ഇവിടെ എഴുതുന്നത്. NPR ഈക്വൽ ടു NCR ഇൻറ്റു r ഫാക്ടോറിയൽ. അതിൽ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാ ബിറ്റ്വീൻ 0 to n. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. നെക്സ്റ്റ് NCN ഈക്വൽ ടു 1. ഫോർമുലയിൽ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. NCN നോക്കാടാ. NCR equal to n factorial by n minus r factorial into r factorial. That is NCN എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? n factorial by n minus n factorial into r factorial അല്ലേ. അപ്പൊ നോക്കൂ, NCN n മൈനസ് n എന്ന് പറഞ്ഞാൽ എന്താ? n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ r എന്ന് പറഞ്ഞാൽ ഇവിടെ n തന്നെയാണ്, അതുകൊണ്ട് ഇവിടെ n നെ നമുക്ക് കൊടുക്കണം. ദാറ്റ് ഈസ് n ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 ഇൻറ്റു n ഫാക്ടോറിയൽ ഈക്വൽ ടു 1. അങ്ങനെയാണ് നമുക്കിവിടെ NCN ഈക്വൽ ടു 1 എന്നത് കിട്ടിയത്. ദാറ്റ് ഈസ് നെക്സ്റ്റ് NC0 ഈക്വൽ ടു 1. അതിൽ നമുക്കിവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. NC0 equal to n factorial by n minus 0 factorial into r factorial. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? 0 ഫാക്ടോറിയൽ ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ഇൻറ്റു 1 ഈക്വൽ ടു 1. NC0 ഈക്വൽ ടു 1. നെക്സ്റ്റ് NCR ഈക്വൽ ടു NCN മൈനസ് r. NCRും NCN മൈനസ് ആറും ഈക്വൽ ആണെന്നർത്ഥം. NCR അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ NC10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
9C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ n is equal to 9, r is equal to 2. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് തുല്യമാണെന്നാണെന്ന്? nc 9 minus 2 അഥവാ 9c7 തുല്യമാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പം nc2 ഈക്വൽ ടു ncn മൈനസ് r. അപ്പോൾ n മൈനസ് ആർ, n ഈസ് ഈക്വൽ ടു 9, r ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 9 മൈനസ് 2 ഈക്വൽ ടു 7. അപ്പം 9c2 ഈക്വൽ ടു 9c7. അതാണ് ഇവിടെ പറയുന്നത് ncr ഈക്വൽ ടു ncn മൈനസ് r. അത് രണ്ടും ഈക്വൽ ആണ്. നെക്സ്റ്റ് നോക്കാം, nca ഈക്വൽ ടു ncb വിച്ച് ഇംപ്ലൈസ് n ഈക്വൽ ടു a പ്ലസ് b. നമുക്കതിലൊന്ന് നോക്കാം. nca ഇപ്പം 9c2 ഈക്വൽ ടു nc3 ആണെങ്കിൽ then n equal to 2, here a equal to 2 and b equal to 2, 3. That is 2 plus 3 is equal to 5. nc2 equal to ncb. nca equal to ncb. That is nc2 equal to nc3 which implies n equal to 2 plus 3 a plus b equal to 5. അതെ, ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ലാസ്റ്റ് എന്താ പറഞ്ഞത്? ncr പ്ലസ് ncr മൈനസ് 1 ഈക്വൽ ടു n പ്ലസ് 1 ഇൻറ്റു cr. അപ്പം അതും അതേപോലെയുള്ള പ്രോബ്ലത്തിൽ തന്നെ കൊടുക്കേണ്ടത് ncr പ്ലസ് ncr മൈനസ് 1, ncrഉം ncr മൈനസ് 1ഉം. അതായത് ഇപ്പം 9c3 പ്ലസ് 9c2 ഒന്നിൽ കുറക്കുന്നത് അത് എന്തിന് ഈക്വൽ ആണ്? n പ്ലസ് 1. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം 9 ആണ്. അപ്പം 9 പ്ലസ് 1 10cr എത്രയാണ് പറഞ്ഞത്? 3. അപ്പം 10c3ക്ക് തുല്യമാണെന്നർത്ഥം. ഓക്കെ, അപ്പം അതിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇത്രയും തിയറംസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അതൊന്ന് നന്നായിട്ട് നോക്കുക. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് nc9 ഈക്വൽ ടു, ഫസ്റ്റ് പ്രോബ്ലം, nc9 ഈക്വൽ ടു nc8, find the value of n, then also find nc17. Also find nc17. Question നോക്കൂ. If nc9 equal to nc8, find the value of n. Also find nc17. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കറിയാം, നമ്മുടെ അറിയുന്നത് എന്താണ് വരുന്നത്? nca equal to ncb if nca equal to ncb which implies n equal to a plus b. അപ്പോൾ here a equal to 9 and b equal to 8. അപ്പോൾ നമുക്കറിയാം nc9 equal to nc8 which implies n equal to 9 plus 8 equal to 17. അപ്പം n-ന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു? 17. Also find nc17. അപ്പൊ എങ്ങനെയാണ് നമുക്കത് കാണുന്നത്? നെക്സ്റ്റ് nc17 ഈക്വൽ ടു 17c17. ncn എന്താണ് നമ്മൾ പറഞ്ഞത്? ncn ഈക്വൽ ടു 1. അപ്പൊ 17c17 ഈക്വൽ ടു 1. കണ്ടോ? nc17 ഈക്വൽ ടു 1, ncn ഈക്വൽ ടു 1, nc0 ഈക്വൽ ടു 1. അപ്പം ആ രീതിയിലുള്ള പ്രോബ്ലംസ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. സിമ്പിളാണ്. ആ ഒരു 4-5 നമ്മൾ പ്രോപ്പർട്ടീസ് തിയറംസ് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് അതിൽ കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. എ കമ്മിറ്റി ഓഫ് 3 persons, a committee of 3 persons to be selected. A committee of 3 persons is to be constituted എന്നാണ്. Constituted from a group of
from a group of 2 men and 3 women. 2 men and 3 women. In how many ways can this? In how many ways can this be done? How many of these committees How many of these committees would consist of one man and 2 women? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നന്നായിട്ട് നോക്കുക. കോമ്പിനേഷൻ എന്നുള്ള ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നിന്നും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സാമിന് സാധ്യതയുള്ളത്. അപ്പോൾ എന്താണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ആണ് അല്ലെ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ. അപ്പോൾ ആദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ എ കമ്മിറ്റി ഓഫ് 3 പേഴ്സൺ, ഒരു കമ്മിറ്റിയിൽ ഈസ് ടു ബി കൺസ്റ്റിറ്റ്യൂട്ടഡ്, അതായത് സെലക്റ്റഡ്. കൺസ്റ്റിറ്റ്യൂട്ടഡ് മീൻ സെലക്റ്റഡ്. ഒരു കമ്മിറ്റിയിൽ 3 പേരെ സെലക്ട് ചെയ്യണം. എവിടെ നിന്ന്? ഫ്രം എ ഗ്രൂപ്പിൽ നിന്ന്. എങ്ങനത്തെ ഗ്രൂപ്പ്? 2 men and 3 women. 2 മെന്നും 2 ആണുങ്ങളും 3 പെണ്ണുങ്ങളുമുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നും എത്ര പേരെ സെലക്ട് ചെയ്യേണ്ടത്? 3 പേരെ സെലക്ട് ചെയ്യണം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദിസ് ബി ഡൺ? എങ്ങനെയൊക്കെ അത് ചെയ്യാം? അപ്പൊ ടോട്ടൽ മെമ്പേഴ്സ് അവിടെ എത്രയുള്ളത്? 2 men and 3 women. ടോട്ടൽ 5 അല്ലെ. ദാറ്റ് ഈസ് n is equal to, അപ്പൊ ആൻസർ നമുക്ക് എഴുതാം. എന്താ എഴുതാം? n is equal to ടോട്ടൽ മെമ്പേഴ്സ്, total numbers, then n equal to 2 men and 3 women, that is 5. R എന്ന് പറയുന്നത് എത്ര? നമ്മൾ എത്രയാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്? R അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ദ റിക്വയർഡ് നമ്പർ ഓഫ് വേസ്, be selected NCR. What is n? n is equal to 5C3. എങ്ങനെയാ ഇനി 5C3 എന്നുള്ളത് കാണാം? 5C3 5 factorial by 5 minus 3 factorial into 3 factorial. That is 5 factorial by 5 minus 3 എത്രയാ? 2 factorial into 3 factorial. അപ്പോൾ ഇതിനെ നമുക്ക് എഴുതാം എന്ത്? 5 into 4 into 3 factorial by 3 factorial into 2 into 1. 3 cancel, 2 ഇവിടെ 4 cancel ആയി. It is 10. അപ്പോൾ 10 വയസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ സെലക്ട് ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് അഥവാ ടോട്ടൽ നമ്പർ n is equal to 5. ടോട്ടൽ എത്രയാണോ ഉള്ളത്? അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ്സിലെ 10-20 പെൺകുട്ടികളും ഒരു 30 ആൺപിള്ളേരും, മൊത്തം 50 പേരും. ഈ 50 പേരിൽ നിന്നും 2 പേരെ നമുക്ക് സെലക്ട് ചെയ്യണം. ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാം. ബോയ്സിൽ നിന്നും ഒരാൾ, ഗേൾസിൽ നിന്നും ഒരാൾ. അതൊന്നും പറഞ്ഞിട്ടില്ല. ആകെ 2 ലീഡേഴ്സിനെ വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ 50 കുട്ടികളുണ്ട്. 50ൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്യണം. സിമ്പിളാണ്. 50C2. 50C2. ഏത് ബോയ്സ് വേണോ ഗേൾസ് വേണോ എന്ന് സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ല. ആകെ 2 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 50C2 എന്ന് മാത്രമേ വരുള്ളൂ. അതുപോലെയാണ് ഇവിടെ പറയുന്നത് ആകെ 5 മെമ്പേഴ്സ് ഉണ്ട്. 5ൽ നിന്നും 3 പേരെ 3. അപ്പോൾ 5C3
5 factorial by 5 minus 3 factorial into 3 factorial. അപ്പോൾ ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്തു ദാറ്റ് നമുക്ക് ആൻസർ കിട്ടിയത് 10 എന്നാണ്. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ഓഫ് ദീസ് കമ്മിറ്റീസ് വുഡ് കൺസിസ്റ്റ് ഓഫ് 1 man and 2 women? അപ്പോൾ ആകെ 3 പേരെയാണ് സെലക്ട് ചെയ്യുന്നതിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിൽ 1 മാനും 2 വുമണും വേണം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കിതാ എഴുതുന്നത്. The required number of committees, the required number of committees, ശ്രദ്ധിക്കുക, required number of committees ആകെ എത്ര ആണുങ്ങളാണുള്ളത്? 2 men അല്ലേ? അപ്പം 2 മെന്നിൽ നിന്നും എത്ര പേരെയാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്? 2 മെന്നിൽ നിന്നും 1 മാൻ സെലക്ട് ചെയ്യുന്നു ഇൻറ്റു ടോട്ടൽ വുമൺസിന്റെ എണ്ണം 3 മെന്നിൽ വുമണിൽ നിന്നും എത്ര വുമണിനെ സെലക്ട് ചെയ്യണം? 3C2. ആകെ 2 മെൻ ഉണ്ട്, അതിൽ നിന്നും 1 മാനെ സെലക്ട് ചെയ്യണം. 3 വുമൺ ഉണ്ട്, അതിൽ നിന്നും 3 വുമണിൽ നിന്നും 2 വുമണെ സെലക്ട് ചെയ്യണം. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2C1 എന്ന് പറഞ്ഞാൽ 2, 3C2, 3 ഇൻറ്റു 3 factorial by 3 minus 2 factorial into 2 factorial, that is 2 into 3 factorial by 3 minus 2 എത്രയാ? 1 factorial by into 2 factorial. അപ്പോൾ 3 factorialനെ ഞാൻ 2 factorial എഴുതുന്നു, that is 6. കണ്ടോ? 2C1 എന്ന് പറയുന്നത് NC1 എത്രയാ? N ആണ്. അപ്പോൾ അതുകൊണ്ട് അത് എഴുതി 2. ഇനി 3C2, 3 factorial by 3 minus 2 factorial into 2 factorial. 3 minus 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1നെ അതുകൊണ്ട് ഇട്ടിട്ടില്ല. അപ്പോൾ 3 ഇൻറ്റു ഇവിടെ താഴെ 2 ഉള്ളത് കൊണ്ടാണ് 3 ഇൻറ്റു 2 എന്ന് എഴുതിയത് 2 factorial by. അപ്പോൾ 2 ഇൻറ്റു 3 6 വേസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. വേറൊരു എളുപ്പ വഴി കൂടെ ഒന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കൂ. അപ്പം 9C3 എന്നാണെന്നുണ്ടെങ്കിൽ 9C3 കറക്റ്റായിട്ട് വേണ്ടത് 9 factorial by 9 minus 3 factorial into 3 factorial equal to 9 factorial by 9 minus 3 6 factorial into 3 factorial equal to 9 into 8 into 7 into 6 factorial by 6 factorial into 3 into 2 into 1. അപ്പോൾ 6 factorial ക്യാൻസൽ ആയി പോയി. 3 ഇവിടെ 3യിലെ 2 ഇവിടെ 4, ദാറ്റ് ഈസ് എത്രയുണ്ട്? 12 into 7 84. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ തന്നെ ഞാൻ ഈ ഒരു ഫോർമുലയിലൊന്നും അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഒരു എളുപ്പ വഴിയിൽ ഞാൻ പറയാം. 9C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ 9 into 8 into 7 താഴേക്ക് 3 പ്രാവശ്യം എഴുതിട്ടു. 9 into 8 into 7 ഈ 7 വരെ നിർത്തിയത് എന്തുകൊണ്ടാ? 3 9 8 7 ആ ഒരു 3 ആണ് 3 ബൈ 3 ആണല്ലോ. അപ്പം 3 into 2 into 1. 9P3 നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? 9P3 എന്ന് പറഞ്ഞാൽ 9 into 8 into 7 മാത്രം. ഇവിടെ C3 ആയതുകൊണ്ട് ബൈ എന്നും കൂടെ വേണം, 3 2 1 എന്നും കൂടെ. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടെ ചെയ്തു 3 ഇവിടെ 4 തന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ 84. 3 നമ്മളെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതിലേക്ക് തന്നെ കൊടുക്കാം. ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. 10C2 അപ്പോൾ എന്ത് വരും? 10 into 9 രണ്ടെണ്ണം 10 9 ബൈ 2 into 1. അപ്പോൾ 2 ഇതിൽ പോയി 45. കണ്ടോ? സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ കിട്ടിയില്ലേ? അപ്പം ഈ രീതിയിലാണ് നമുക്ക് ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. ഇനി
ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് ഇവിടുന്ന് ചെയ്യാം. വേറൊരു ക്വസ്റ്റ്യൻ പറയുന്നു കേട്ടോ. A bag contain 5 black and a bag contain 5 black and 6 red. 5 black and 6 red balls. Determine the number of ways in which 2 black and എത്രയാണ് എടുക്കേണ്ടത്? 2 black and determine 2 black and 3 red balls. 2 black and 3 red balls. Question: A bag contain 5 black and 6 red balls. Determine the number of ways in which 2 black and 3 red balls can be selected. ആകെയുള്ള ഈ ഒരു ബാഗിൽ നിന്നും ഇതിനെ 5 ബ്ലാക്കിൽ നിന്നും 2 ബ്ലാക്ക്, അപ്പോൾ അതെന്താ വരിക? ദ നമ്പർ ഓഫ് റിക്വയർഡ് സെലക്ഷൻ ദ റിക്വയർഡ് നമ്പർ എന്ന് എഴുതിയാൽ മതി. The required numbers equal to എന്താ വരുന്നത് നോക്കൂ. ആകെ 5 ബ്ലാക്കിൽ നിന്നും എത്ര ബ്ലാക്ക്? 2 ബ്ലാക്ക് ഇൻറ്റു 6 റെഡിൽ നിന്നും 3 റെഡ്. അപ്പം 5C2 5 ഇൻറ്റു 4 ബൈ 2 ഇൻറ്റു 1 ഇൻറ്റു 6C3 6 ഇൻറ്റു 5 ഇൻറ്റു 4 ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഈക്വൽ ടു ഇവിടെ 2 3. 5 into 2 10 into 5 into 4 20. കണ്ടോ? അപ്പം കിട്ടുന്ന നമ്പർ ഓഫ് റിക്വയർഡ് നമ്പേഴ്സ് ഈക്വൽ ടു 200 വേസ്. 200 വേസിൽ ഇതിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ആണെന്ന് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ഒന്ന് നോക്കാം. ഇനി കുറേ പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് പ്രോബ്ലം ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ബൈ ബൈ, സീ യു.